ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 50 പോയിൻറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. 50 പോയിൻറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി അപ്പാണ്. വിഷയം ചെറിയൊരു ഇതിൽ എഫക്റ്റീവായിട്ട് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളെ അമേരിക്കൻ മാർക്കറ്റ് ഡെവലപ്പ് അമേരിക്കൻ യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ ഇൻഡെക്സ് അപ്പാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇന്ത്യൻ റുപ്പി ഒരു ഡൗൺ ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ക്രാഷ് മാർക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ വരും ഒരു 2 ഡേയ്സിന് ശേഷം അത് കുറച്ച് ക്രൂഷ്യലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതും 2-ാം തീയതിയായിട്ട് കണക്റ്റീവും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ ലെവലിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെ പോകാവുന്നതാണ്. കാരണം മാർക്കറ്റ് കയറുമ്പോൾ ഇന്ത്യൻ റുപ്പി റിക്കവർ ചെയ്യാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. താങ്ക് യു. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 57 പോയിൻറ്റ് അപ്പാണ്. ടൈം ഒരു 7:27 സമയത്ത് 57 പോയിൻറ്റ് അപ്പ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നു. പോസിറ്റീവ് ട്രെൻഡ് എന്ന് പറയാം. ICICI ബാങ്ക് ADR ഒരു 0.39% അപ്പാണ്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് എടുക്കാം. ഇൻഫോസിസ് ADR 0.27 പ്ലസ് ആണ്, ചെറിയൊരു പോസിറ്റീവായിട്ട് എടുക്കാം. വിപ്രോ ചെറിയൊരു പോസിറ്റീവ്. HDFC ബാങ്കിൻ്റെ ADR മാത്രമാണ് ഇത്തിരി കുറച്ച് കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ HDFCയുടെ മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. HDFC മൂവ്മെൻറ്റിൽ എങ്ങാനും ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെയിനായിട്ട് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എല്ലാം നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ട്രെൻഡാണ് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് ബൈസിലല്ല. പക്ഷേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറയാം, ചെറിയൊരു പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് മാത്രമേ മാർക്കറ്റിൽ വന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ന്യൂട്രൽ എടുക്കാം. ന്യൂട്രൽ ഡോളർ ഇൻഡെക്സ് ഒന്ന് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 103.97. ഡോളർ ഇൻഡെക്സ് അപ്പ് ട്രെൻഡ് വരുന്നത്, ഡോളർ ഇൻഡെക്സ് അപ്പ് ട്രെൻഡ് ആവാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ റുപ്പി അതിൻ്റെ ബാക്ക് സൈഡിൽ നെഗറ്റീവിലേക്ക് പോകും. ചെറിയ ഡിഫറൻസാണ് വരുന്നുള്ളൂ. ആ ചെറിയ ഡിഫറൻസ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലും ഭവിക്കാം. അപ്പോൾ ഈ ഒരു ഹൈപ്പ് ഇങ്ങനെ വരും തോറും ഇവിടെ ഈ ഹൈപ്പ് ഡൗൺ ആവുന്നത് കൊണ്ട് തന്നെ അതൊരു നമുക്ക് നെഗറ്റീവ് ട്രെൻഡ് ഇന്നോ നാളേക്കോ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സെക്ഷൻ നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് മാർക്കറ്റിലേക്ക് നമ്മുടെ മാർക്കറ്റ് പതുക്കെ നെഗറ്റീവിലേക്ക് പതുക്കെ സ്ലൈഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കേസ് ഈ 103.98 നിൽക്കുന്നു, ഇത് 104 കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ റുപ്പി US ഡോളർ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു കേസിന് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് നോക്കാം. ആ ഇൻഡെക്സ് അവിടെ US ഇൻഡെക്സ് ഡോളർ ഇൻഡെക്സ് കയറുന്നതൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയുടെ ഫ്യൂച്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്യൂച്ചർ ഏകദേശം 87ലേക്ക് വരികയാണ്. 87ലേക്ക് വരിക. അപ്പോൾ നമുക്കറിയാലോ, ഒരു ദിവസം കൊണ്ട് നമ്മൾ അപ്പ് ട്രെൻഡ് റിക്കവർ ചെയ്ത ഈ ഇന്ത്യൻ റുപ്പി വീണ്ടും കുറച്ച് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഇവിടെ വരികയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഫ്യൂച്ചറാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ കുറച്ച് ഡൗൺ ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. സൂക്ഷിക്കുക. ഈ മാർക്കറ്റിൻ്റെ ടോപ്പിൽ നിങ്ങൾ പൊസിഷൻ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ പൊസിഷൻ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ ചിലപ്പോൾ വേരിയേഷൻസുകൾ വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം പൊസിഷൻ എടുക്കുക. സെല്ലിങ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ചിലപ്പോൾ വരിക, ബുക്കിംഗ്. അപ്പോൾ സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. RBIയുടെ സൈഡിൽ നിന്നൊരു ഇൻപുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇതിന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും 2-ാം തീയതി വരെ. അതും ഒരു പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ. ട്രേഡിങ് ഗൗരവമായിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഷിപ്പ് ബിൽഡറായ ഗാർഡൻ റീച്ചിൻ്റെ ഒരു ഗുഡ് ന്യൂസ് വന്നിട്ടുണ്ട്. അവർക്ക് 2-3 വെസൽ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൗണ്ടർ ട്രേഡിംഗ് എന്നുള്ള ബേസിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് ട്രാക്ക് ബേസിൽ ട്രേഡിങ് ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. ന്യൂസ് ബേസ്ഡാണിത്. RVNL പുതിയ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. RVNL തന്നെ ബ്രിഗേഡ് ഏകദേശം വലിയൊരു ബാംഗ്ലൂരിൽ വലിയൊരു സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. വലിയൊരു ബിൽഡിങ്ങിന് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു 10 മണിക്കൂർ മുമ്പ് വന്നുകൊണ്ട് തന്നെ ബ്രിഗേഡിൽ ന്യൂസ് ബേസ്ഡ് ട്രേഡിങ് എന്തായാലും ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ നേരം പിടിക്കുമെങ്കിലും ഇത് പോസിറ്റീവ് ട്രെൻഡ് ബ്രിഗേഡിൽ ഒരു ബിസിനസ് ഇന്ന് ട്രേഡിംഗ് ഗ്രൗണ്ടിൽ കാണാവുന്നതാണ്. ഫെർട്ടിലൈസേഴ്സ് അപ്പോൾ അത് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അത് ഷോർട്ട് ടൈം ആയാലും
ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് നല്ല വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ഓക്കെ, ഹൗസിംഗ് ഫിനാൻസ് വാച്ച് ചെയ്യേണ്ട കൗണ്ടറാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. ഷോർട്ട് ടൈമിലും പെർഫോമറാണ്. വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇതും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ലോങ് ടൈം ആയിക്കോട്ടെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ. അപ്പോൾ ടോട്ടലി നമ്മൾ മാർക്കറ്റ് പറയുമ്പോൾ ഏകദേശം മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട മാർക്കറ്റാണ്. എനി ടൈമിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്